ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ മഴ തോരും മുമ്പ് സീരിയലിൻ്റെ നല്ല അടിപൊളി ഒരു ട്വിസ്റ്റായിട്ടോ നാളത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നത്. അതായത് വേറൊന്നുമല്ല, നമ്മുടെ രാജീവും ശിവശങ്കരനും കൂടെ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുകയാണ്. മറ്റൊന്നുമല്ല, സ്റ്റേഷനിൽ ചെന്ന് CA ഒന്ന് കണ്ടു നോക്കാം. കാരണം ഇതിൻ്റെ മേലിലുള്ള എല്ലാ തലപ്പത്തിലും ഇവർ രണ്ടുപേരും അവരുടെ ഒരു സോഴ്സ് ഉപയോഗിച്ചൊക്കെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ യാതൊരു കാര്യമില്ല. ഒരു 18 വയസ്സ് തികയാത്തൊരു പെൺകുട്ടീനെ റേപ്പ് ചെയ്ത കേസെന്ന് പറയുമ്പം ഒന്നും മുട്ടാൻ എല്ലാവർക്കും ഒരു മടിയാണ്. കാര്യം എന്ന് വെച്ചാൽ അവസാനം വാദി പ്രതിയായി മാറും. അതാണ് അവസ്ഥ. ഒന്നാമത് 18 വയസ്സ് പോലും പൂർത്തിയാകാത്ത ഒരു കുട്ടിയും കൂടെ. അങ്ങനെ ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് നമ്മുടെ രാജീവിനും ശിവശങ്കറിനും മനസ്സിലാവേണ്ട. ഈ കേസിൻ്റെ നീക്കുപോക്ക് വെച്ചിട്ട് പണം കൊണ്ടൊന്നും ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റൂല എന്ന് രണ്ടുപേർക്ക് മനസ്സിലായിട്ടുണ്ട്. മനു പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. കാരണം ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തിയില്ലെങ്കിൽ ഇതുപോലെയുള്ള അവസ്ഥകളും ഇതുപോലെ മറ്റുള്ളവരുടെ കാല് പിടിക്കേണ്ട സാഹചര്യങ്ങളും അവസ്ഥകളും വരും. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്നിട്ട് കൂടി സ്വന്തം മകൻ ചെയ്ത തെറ്റ് മറ്റൊരുത്ത രോഹിത്തിൻ്റെ, അതായത് ഹരി ചെയ്ത ഒന്നാം പ്രതിയും ഇതിൻ്റെ മാസ്റ്റർ പ്ലാൻ നടത്തിയതും ഹരിയാണ്. എന്നിട്ടും ഹരി ചെയ്ത തെറ്റ് രോഹിത്തിൻ്റെ തലയിലാക്കാനാണ് കമല ശ്രമിക്കുന്നത്. ഇപ്പോഴും തൻ്റെ പൊന്നുമോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവനെ രോഹിത്ത് കൊണ്ട് കുഴി ചാടിച്ചു എന്നാണ് കമലയുടെ വാദം. എങ്ങനെ ഇരിക്കണോ? അങ്ങനെ നമ്മുടെ രാജീവും ശിവശങ്കരനും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് CA ഒന്ന് കാണാം. CAയുടെ സ്വഭാവ രീതി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അലീനെ കൊണ്ട് ഇരുത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു റൂട്ട് മാപ്പ് നമുക്ക് CAയെ കുറിച്ചും SIയെ കുറിച്ചൊക്കെ നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഇച്ചിരി ഭയത്തോടെയാണ് ചെന്നാൽ ഇയാൾ അടുക്കോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ നമ്മുടെ ശിവശങ്കരനും രാജീവും കൂടെ ചെന്ന് സ്റ്റേഷനിൽ ചെന്നിട്ട് CA കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ CA കാണാൻ വേണ്ടി അവർ ഇരുന്നു. അപ്പം CA ചോദിച്ചു എവിടെ നിന്നാണ്. അപ്പോൾ എൻ്റെ പേര് ശിവൻ, എൻ്റെ പേര് രാജീവ് എന്നും പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഞാൻ കൈതയ്ക്കലാണ് എൻ്റെ വീട്ടു പേര് എന്ന്, ഞാനൊരു കേസിൻ്റെ ആവശ്യമായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. കൈതയ്ക്കൽ. അപ്പോൾ CA പറഞ്ഞു പേരെവിടെയോ നല്ല കേട്ട് പരിചയമുണ്ടല്ലോ. അപ്പോൾ ശിവശങ്കരൻ ഇങ്ങനെ പതുക്കെ ഒരു റേപ്പിംഗ് കേസിലെ പ്രതിയുടെ അച്ഛനെന്ന് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ പറഞ്ഞു ഇപ്പോൾ അറസ്റ്റ് ചെയ്തേക്കണ ഹരിശങ്കറിൻ്റെ അച്ഛനാണ് ഞാനെന്ന് പറഞ്ഞു. ഓ, കൈതയ്ക്കൽ, നമ്മുടെ പീഡന കേസിലെ പ്രതിയെന്ന് പറയാൻ മടിയാണോടോ എന്ന് ചോദിച്ചു. അല്ല സാറേ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു, ഓ എന്താണാവോ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശമെന്ന് CA ചോദിക്കുന്നുണ്ട്. അല്ല സാറേ, ഇതിൻ്റെ കേസിൻ്റെ കാര്യങ്ങളും മറ്റുമൊക്കെ ഏതാണെന്നറിയാൻ എന്തിനാണോ ഇതുപോലത്തേക്ക് മക്കളെ താനൊക്കെ ഉണ്ടാക്കണത്? ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഫ്രോഡെന്ന് തന്നെ എവനെ വേണമെങ്കിൽ പറയാം. കാരണം അവൻ ഒരു പെൺകുട്ടിയെ പ്രേമം നടിച്ച് 1 വർഷത്തോളം കൊണ്ട് നടന്നിട്ട് കൂട്ടുകാർക്കും അവനും കൂടെ ആ കുട്ടീനെ 18 വയസ്സ് പോലും തികയാത്തൊരു പെൺകുട്ടീനെ പിച്ചി ചീന്താൻ ഇട്ടുകൊടുത്ത ഇവനൊക്കെ എന്തെന്ന് പറയണം. പിന്നെ ജയിൽ, ഇവനൊക്കെ ഏറ്റവും സുരക്ഷിതം ജയിൽ തന്നെടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ സെൻട്രൽ ജയിലിലോട്ട് വിട്ടോളൂ. ഇപ്പോൾ ജയിലിൻ്റെ കാര്യങ്ങളൊന്നും പറയണ്ടല്ലോ. നല്ല ചിക്കനും മട്ടനും ബീഫും ഒക്കെ ആഴ്ചയിൽ കിട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്തായാലും നന്നായി വന്നോളൂ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ശിവശങ്കരനും രാജീവും പറഞ്ഞു, സാറേ ഞങ്ങൾ ഈ കേസ് അറിഞ്ഞിട്ട് ഞങ്ങൾ വിദേശത്തുനിന്ന് വന്നതാണ് സാറേ. ഞങ്ങൾക്ക് ഇതിൻ്റെ നീക്കുപോക്ക് കേസ് എന്താണെന്ന് കൂടി ഞങ്ങൾക്ക് അറിയില്ല. വിദേശത്ത് ഇത്രയും വലിയ കുടുംബ പാരമ്പര്യവും പണവും നല്ല ജോലിയും ഒക്കെ ഉണ്ടായിട്ട് എന്തിനാടോ ഒരു മക്കളുണ്ടായ മക്കളെ ചൊവ്വുനിരപ്പനുസരിച്ച് വളർത്താൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണോ മക്കളെ ഉണ്ടാക്കുന്നത്? താനൊക്കെ എന്ത് അച്ഛനാടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് CA കുറേ മാട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞ സാറേ അവരങ്ങനെ അറിഞ്ഞ് ചെയ്യുന്നതല്ല, അവരൊക്കെ അബദ്ധം പറ്റിപ്പോയതാണെന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുന്നുണ്ട്. അബദ്ധം പറ്റി ആദ്യമായിട്ട് ചെയ്യുന്നത് നിൻ്റെയൊക്കെ വീട്ടിൽ നിന്ന് ആ ഒരു സെർവൻറ്റിനെ പോലും ഇതുപോലെ മയക്കുമരുന്ന് കൊടുത്ത് അവളെ റേപ്പ് ചെയ്യാൻ നോക്കിയതാണ്. ആ റേപ്പ് കേസിൽ ആ കുട്ടി സ്വയം കത്രിക കൊണ്ട് വയറ്റത്ത് കുത്തി ആത്മഹത്യ ചെയ്യാൻ അന്ന് ചെയ്തതുകൊണ്ട്, ആ ആത്മഹത്യ അത് ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ട് അന്ന് അതിനെ പീഡിപ്പിക്കാൻ അവന്മാർക്ക് പറ്റില്ല. ഇതൊന്നും ഇവരുടെ ആദ്യത്തെ റേപ്പിംഗ് കേസല്ല. ഈ ഹരിയെന്നൊക്കെ പറയണവനൊക്കെ ഇതിനു മുന്നേ എത്ര പെൺകുട്ടികളെ ഇതുപോലെ മാനഭംഗപ്പെടുത്തി കാണും. അതിൽ ഈ ശരണ്യ എന്ന് പറഞ്ഞ കുട്ടിയുടെ കേസ് മാത്രമാണ് ഈ ഒരു രീതിയിൽ പുറം ലോകം അറിഞ്ഞു പോയത്. എന്തിനാണോ ഇങ്ങനെയൊക്കെയുള്ള മക്കളെ ഉണ്ടാക്കി വയ്ക്കണത് എന്നൊക്കെ ചോദിച്ച് കുറേ പറയണം കേട്ടോ CA. അപ്പോൾ അവർ പറഞ്ഞു, സാറേ മക്കൾക്ക് അങ്ങനെ പറ്റിപ്പോയി,
പോയി സാറേ, എന്തെങ്കിലും ഒരു നീക്ക് പോക്ക് ഇവിടെ നിന്ന്. എവിടെ തനിക്കൊന്നും ബോധമില്ലെന്ന് ചോദിച്ചു. ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് ഇന്നിപ്പോൾ ഈ ആശുപത്രി കിടക്കണം. കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണിത്. ആ കേസിലൊക്കെ താനൊക്കെ എന്ത് ന്യായം പറയാനാണ് പറഞ്ഞത്? താനൊന്ന് ഇവിടെ ഇരുന്ന് സമയം കളയാണ്ട് തൻ്റെയൊക്കെ പാട് നോക്കി പോകാൻ നോക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് യാതൊരുവിധ അനുകമ്പയും കിട്ടൂല. വെറുതെ ഇരുന്ന് എൻ്റെ ജോലി സമയം കളയണ്ട, നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോളാൻ പറഞ്ഞ് രാജീവിനെ ശിവശങ്കരനെ ആട്ടിപ്പായിക്കാൻ കേട്ടോ. അപ്പോൾ ആ സമയം ആയപ്പോഴത്തേക്ക് നമ്മുടെ ശിവശങ്കരൻ പറഞ്ഞു, എൻ്റെ അവരെ ഒന്ന് കാണാനെങ്കിലും സാറേ ഒന്ന് അനുവദിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, എന്തിനാണോ കാണുന്നത്? തല്ലി ചാച്ചി അവശയാക്കിയത് ആ സെല്ലിൽ ഇട്ടിട്ടുണ്ട്, അത്ര വലിയ നിർബന്ധമാണെങ്കിൽ പോയി കണ്ടോളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ശിവശങ്കരന് ഒട്ടും പറ്റില്ല മനസ്സുകൊണ്ട് മകനെ ഈ ഒരു നിലയിലെ സെല്ലിനകത്ത് കാണാനുള്ള ഒരു മനക്കെട്ടി അയാൾക്കില്ലായിരുന്നു. എങ്കിൽ കൂടി മകനല്ലേ ഒരു നോക്ക് കാണാം എന്ന ആഗ്രഹത്തോടു കൂടി പുള്ളി ആ സെല്ലിലോട്ട് ചെല്ലുകയാണ്. ആ ഒരു കാഴ്ച കണ്ടിട്ട് ശിവനും രാജീവിനും അന്തം വിടുകയാണ്. ഒരു കുടുംബത്തിലെ 2 ആൺകുട്ടികളാണ്, പ്രായപൂർത്തിയായ 2 ആൺകുട്ടികൾ അടിവസ്ത്രവും ധരിച്ച് അവശനായി ഇടിയും കൊണ്ട് ചതഞ്ഞ് ആ ഒരു നിപ്പ് കണ്ടിട്ട് അവരെ ശംഖ് പൊട്ടുകയാണ് കേട്ടോ. രോഹിത്തിന് അവരെ മുഖത്ത് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. താനൊരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അവരുടെ അടുത്ത് പറഞ്ഞാലും അവർ വിശ്വസിക്കില്ല. ഹരിക്ക് വലിയ കുലുക്കൊന്നും ഇല്ലെങ്കിലും അച്ഛൻ്റെ മുഖം ഫേസ് ചെയ്യാൻ ഹരിക്കും വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവർ സ്റ്റേഷനിൽ അവരെയും കണ്ടിട്ട് അവിടെ നിറങ്ങുകയാണ്. അങ്ങനെ രാജീവും ശിവനും കൂടെ നേരെ പിന്നെ പോകുന്നത് വൈജയന്തിയുടെ അടുത്താണ്, ഹോസ്പിറ്റലിൽ. അങ്ങനെ അവർ ഹോസ്പിറ്റലിലെത്തി അങ്ങനെ വൈജയന്തിയെ കാണുകയാണ്. അപ്പോൾ ഇവരെ കണ്ടുടനെ തന്നെ വൈജയന്തി ചോദിക്കണം, എന്തായി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയോ? അവരെ കണ്ടോ? മക്കളെ കണ്ടോ? എന്തായി ശിവേട്ട? രാജീവിടെ പറയും എന്തായി എന്നൊക്കെ ചോദിച്ചു. എന്താവാനാ, ഒന്നുമില്ല, നമ്മളെ വിചാരിക്കും കണക്കൊന്നുമില്ല. അവിടെ നിന്ന് ആ സിയെ ഞങ്ങൾ ആട്ടിപ്പായിച്ചു. ഞങ്ങൾക്ക് എത്രത്തോളം ഹോൾഡ് ഉപയോഗിച്ച് ഞങ്ങൾ മേളിലെ തലപ്പത്തിൽ മുട്ടാൻ നോക്കി, പക്ഷേ ഒരു കാര്യവുമില്ല വൈജയന്തി, നമ്മൾ വിചാരിക്കും പോലെയല്ല. അങ്ങനെ പറയല്ലേ ശിവേട്ട, നമുക്ക് ഏതറ്റം വരെ വേണമെങ്കിലും പോകാം, നമ്മുടെ കുട്ടികളെ ഇറക്കണ്ടേ, എത്ര പണം വേണമെങ്കിലും വാരി എറിയാം. നിൻ്റെ പണമൊന്നും കൊണ്ട് ഇവിടെ കാര്യമില്ല, ഇത് വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ് വൈജയന്തി, നീ വിചാരിക്കുന്ന കണക്കുള്ള കേസൊന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയല്ലേ ശിവേട്ട, നമ്മുടെ കുട്ടികളല്ലേ, നമുക്ക് അങ്ങനെ കൈയൊഴിയാൻ പറ്റുമോ എന്നിങ്ങനെ വൈജ ചോദിക്കുമ്പോൾ, കൈയൊഴിയാൻ പറ്റില്ലെങ്കിൽ ഇനി ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, പക്ഷേ അത് നീ ചെയ്യണം. അപ്പോൾ വൈജ ചോദിക്കും, അതെന്താ? എന്താണെങ്കിലും പറഞ്ഞോളൂ ശിവേട്ട, ഞാൻ ചെയ്തോളാം, എന്താണെങ്കിലും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ, പറഞ്ഞോ. അത് നിൻ്റെ ശത്രു ആരാണ്? ശത്രുവോ? അതെന്താ ശിവേട്ട അങ്ങനെ ചോദിക്കണേ? ആരാ? ബാലചന്ദ്രനാണോ? ബാലചന്ദ്രൻ നിനക്ക് ശത്രുവായിരിക്കും, പക്ഷെ അയാൾക്ക് നീ ശത്രുവൊന്നുമല്ല. അതല്ല, നിൻ്റെ മെയിൻ ശത്രു ഉണ്ടല്ലോ, ആര്? അലീനയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് തന്നെ. അവൾ വിചാരിക്കുകയാണെങ്കിൽ ഈ കേസിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടാവും. പിന്നെ നിങ്ങൾ എന്താ ഈ പറയണത്? എന്താ ശിവേട്ട നിങ്ങൾ ഈ പറയണത്? അവളെ കാല് പിടിക്കാനാണോ നിങ്ങൾ ഈ പറയണത്? ഇല്ല, വൈജയന്തി മരിച്ചിരുന്നാലും അവളെ കാല് പിടിക്കാൻ ഞാൻ പോവില്ല. നീ കാല് പിടിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾ 2 ജയിലിൽ കിടന്നോളും. നിനക്കറിയോ, അവൾക്ക് DYSP ആയിട്ട് നേരിട്ടൊക്കെ നല്ല ഹോൾഡുണ്ട്. അവൾ വിചാരിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടാവും. അവളെ ഒരു ദിവസം അവിടെ സ്റ്റേഷനിൽ ഇരുത്തിയപ്പോൾ പാലാ DYSP നേരിട്ട് സ്റ്റേഷനിലെത്തിയാണ് അവളെ CIനെയും SIനെയും കൊണ്ട് വീട്ടിലെത്തിച്ചത്. അതറിയോ നിനക്ക്? അതുകൊണ്ട് നീ നിസ്സാരമായിട്ടൊന്നും കാണണ്ട. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിരുന്നാലും അവളുടെ കാല് പിടിക്കാൻ ഈ വൈജയന്തിയെ കിട്ടില്ല. അതിന് മരിക്കേണ്ടി വന്നിരുന്നാലും ആയിക്കോട്ടെ, എന്നാൽ നിൻ്റെ വാശി തന്നെ ജയിച്ച് അവിടെ ഇരുന്നോട്ടെ. മക്കൾ ജയിലിൽ, ഇനി സെൻട്രൽ ജയിലിൽ അരിയുണ്ടേയും തിന്ന് കിടന്നോളും എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിറങ്ങുകയാണ്. വൈജയന്തിയുടെ മനസ്സാകെ കലങ്ങി തിരിയാണ്. ഇത്രയും നാൾ ആട്ടിപ്പായിച്ച ഒരു വേലക്കാരിയുടെ മുന്നിൽ ഞാൻ കാല് പിടിക്കാനോ? അങ്ങനത്തെ 100 ചിന്തകളായി വരെയാണ്. ഒരു വശത്ത് മോനെ രക്ഷിക്കണം, മറുവശത്ത് അലീനയുടെ കാല് പിടിക്കണോ? എന്തൊക്കെയാണ് വൈജയന്തിക്ക് ഒരെത്തും പിടുത്തവും കിട്ടുന്നില്ല. അങ്ങനെ വൈജയന്തിനെ കണ്ടിട്ട് ഇറങ്ങി അവർ നേരെ ബാലചന്ദ്രനെ കാണുകയാണ്. അങ്ങനെ ബാലചന്ദ്രനെ കണ്ടു കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രനും ഇത് സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, നമ്മളെ മാക്സിമം നമുക്കുള്ള ആ ഒരു ഇതുപയോഗിച്ച് പലരെയും കണ്ടു നോക്കി ബാലേന്ദ്ര, പക്ഷേ ഒരു കാര്യമില്ല, എനിക്കൊരു പ്രതീക്ഷയില്ല എന്നൊക്കെ ശിവനും രാജീവും പറയുന്നുണ്ട്. ബാലേന്ദ്രൻ പറഞ്ഞു, കാര്യം മക്കൾ നമ്മുടെയാണ്, പക്ഷെ നമ്മൾ ഒരു വശത്ത് ചിന്തിച്ചില്ല. നമുക്കും പെൺമക്കളുള്ളതാണ്. പ്രായപൂർത്തിയാകാത്ത ആ പെൺകുട്ടിയെ ഇത്രയും ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് അതിനൊരു അച്ഛനും അമ്മയും കൂടെ
കൂടപ്പിറപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, എന്തെല്ലാം പ്രതീക്ഷയോടെയാണ് ആ പെൺകുട്ടിയെ വളർത്തി ഇത്രയും ആക്കിയത്. നമ്മുടെ മക്കൾ കാരണം ആ കുട്ടിയുടെ ജീവിതം ഇന്ന് പുറം ലോകം മുഴുവൻ ആ കുട്ടിയെ ആ രീതിയിലല്ലേ കാണുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആക്കുമ്പോൾ ബാലചന്ദ്രനെ പറഞ്ഞു, അതൊക്കെ ശരിയാണ് ബാലചന്ദ്ര, പക്ഷെ എങ്കിലും നമ്മുടെ മക്കളല്ലാണ്ടാവുമോ? അവർക്കൊരു തെറ്റു പറ്റിപ്പോയി, നമുക്ക് അതിനൊരു പ്രതിവിധി കാണണം. കാര്യം ജയിലിൽ നിന്ന് വെളിയിലിറങ്ങുകയാണെങ്കിൽ ദൂര സ്ഥലത്താണെങ്കിലും വല്ല ജോലിക്കോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അവരെ വിടാമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അവരെ പുറം ലോകം പോലും കാണാൻ സാധ്യത ഇല്ല എന്നിങ്ങനെ ശിവനും രാജീവിനും ബാലേന്ദ്രനോട് പറയാണ്. ബാലേന്ദ്രനും പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല, എങ്ങോട്ട് തിരിയണം അല്ലെങ്കിൽ ആരുടെ അടുത്ത്, ഈ ഹോസ്പിറ്റലിനകത്ത് കിടക്കുകയാണ്, ഇനി പുറത്തിറങ്ങിയാലും ആരെ പോയി കാണണമെന്നൊന്നും എനിക്കറിയില്ല. കാര്യം കേട്ടിടത്തോളം നമ്മൾ എന്ത് ചെയ്താലും നമുക്കത്രയും ഒരു ബലം കിട്ടുന്ന ഒരു കേസല്ല എന്നുള്ളത് ബാലേന്ദ്രനും ഇത്രയും നാൾ കൊണ്ട് ആശുപത്രി കിടന്നത് വെച്ച് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കൊക്കെ തന്ന് ഒരു സപ്പോർട്ടൊക്കെ തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നാളത്തെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ മുത്തുമണീസേ.